ഇനി ഞാൻ അടുത്തത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇൻഫർമേഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ W വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യനുകൾ നമ്മുടെ ഇൻഫർമേഷൻസ് അറിയാനായിട്ട്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു, നിങ്ങളെവിടെ താമസിക്കുന്നു, നിങ്ങളുടെ വയസ്സ് എത്രയാണ്, അതുപോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് വേ ഫ്രാഗെ എന്നും നമുക്ക് വിളിക്കാം. അതിലെ നിങ്ങളുടെ ജോലി എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വാസ് എന്ന് വെച്ചാൽ എന്ത്, സിൻഡ് എന്ന് വെച്ചാൽ ആകുന്നു, സി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയേക്കണോണ്ട് താങ്കൾ, ഫോൺ ബെറൂഫ് എന്ന് പറഞ്ഞാൽ ബൈ പ്രൊഫഷൻ. അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്നാണ് ഇവിടെ ചോദ്യം. അപ്പൊ ഞാൻ പറയും ഈഷ്. അപ്പൊ സിൻഡ് സി എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഇഷ് വെച്ച് പറയണമെങ്കിൽ ഞാൻ ഈഷ് ഞാൻ, ബിൻ ആകുന്നു, ലെററിൻ ടീച്ചർ, ഫോൺ ബെറൂഫ് ബൈ പ്രൊഫഷൻ. ഇത്രയാണ് ഞാൻ എൻ്റെ ആൻസർ ആയിട്ട് ഞാൻ പറയുക. അപ്പൊ വാസ് എന്ന് പറഞ്ഞാൽ വോട്ട്, ആകുന്നു താങ്കളുടെ ജോലി. അപ്പൊ ഞാൻ ടീച്ചറാണ് ബൈ പ്രൊഫഷൻ എന്നാണ് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ. അടുത്തത് നീ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. വൺ എന്ന് പറഞ്ഞാൽ സമയമാണ് എപ്പോഴും ചോദിക്കുക, അല്ലെങ്കിൽ ദിവസം. അപ്പൊ വൺ എന്ന് ചോദിച്ചാൽ എപ്പോൾ, ആർബൈറ്റൻ വർക്ക് ചെയ്യുക, താങ്കൾ, സി എന്ന് പറഞ്ഞാൽ താങ്കൾ. അപ്പൊ അതിന് ഞാൻ പറയുന്നത് ഈഷ് ആർബൈറ്റെ, ഞാൻ വർക്ക് ചെയ്യുന്നത്, ഫോൺ ഇത് നമ്മൾ എപ്പോഴും വയ്ക്കണം. ഫോൺ ഫ്രം മൺഡേ ടിൽ ഫ്രൈഡേ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഫോൺ മോൺടാഗ് ബിസ് ഫ്രൈറ്റാഗ്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ടൈം വേണമെങ്കിൽ ചേർക്കാം. ഫോൺ മോൺടാഗ് ബിസ് ഫ്രൈറ്റാഗ്, ഫോൺ 9 ഉവർ, അല്ലെങ്കിൽ ഫോൺ 9 എന്ന് പറഞ്ഞാലും മതി, ബിസ് 5 ഉവർ, അല്ലെങ്കിൽ 16 ഉവർ എന്ന് നമ്മൾ 24 hours എടുക്കുമ്പോൾ ബിസ് 16 ഉവർ, ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഈ ഷാർബൈറ്റെ ഫോൺ മോൺടാഗ് ബിസ് ഫ്രൈറ്റാഗ് എന്ന് മാത്രം പറഞ്ഞാലും മതി. അത് കഴിയുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്നാണ് ഫ്രീ ഉള്ളത്. അപ്പോൾ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഞാൻ വർക്ക് ചെയ്യാണ്, അപ്പോൾ എനിക്കൊരു ഫ്രീ ദിവസം എന്തായാലും വേണം അല്ലേ. അപ്പോൾ അവർ ചോദിക്കും വൺ ഹാബൻസി ഫ്രൈ. അപ്പോൾ എനിക്ക് പറയാം ഈ ഷാബെ ആം സോൺടാഗ് ഫ്രൈ, അല്ലെങ്കിൽ എനിക്ക് പറയാം ഈ ഷാബെ ആം വോഹനെൻ്റെ ഫ്രൈ. വോഹനെൻ്റെ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ആണ്, വോഹൻ എൻ്റെ ഫ്രൈ, ഇങ്ങനെയും വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ടു വിധത്തിൽ പറയാം, വൺ ഹാബൻസി ഫ്രൈ, ഈ ഷാബെ ആം സോൺടാഗ് ഫ്രൈ, അല്ലെങ്കിൽ ഈ ഷാബെ ആം വോഹനെൻ്റെ ഫ്രൈ. ഈ വിധത്തിലാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇപ്പോൾ നിർത്തുന്നു. താങ്ക് യു.